ബേപ്പൂർ തുറമുഖത്ത് നിന്ന് 78 നോട്ടിക്കൽ മൈൽ അകലെയാണ് ഈ അപകടമുണ്ടായത്. ഇവരെ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് എത്തിക്കുമ്പോൾ നിലവിൽ നമുക്ക് ലഭ്യമാവുന്ന സമയമനുസരിച്ച്, അതായത് എത്ര സമയം കൊണ്ട് അല്ലെങ്കിൽ ഇനിയും എത്ര നേരം വേണ്ടി വരുമായിരിക്കാം ഇവരെ തീരത്തേക്ക് എത്തിക്കാൻ, അല്ലെങ്കിൽ ഒരു ആശ്വാസ തീരം അണിയാൻ വേണ്ടി, അല്ലെങ്കിൽ ആശുപത്രിയിലേക്ക് എത്താൻ വേണ്ടി, അത് ഇങ്ങോട്ടേക്കാണെങ്കിലും മംഗലാപുരത്തേക്കാണെങ്കിലും? രാഹുൽ, കേൾക്കാമോ? അതായത് ബേപ്പൂരിലേക്കാണ് കൊണ്ടുവരുന്നതെങ്കിൽ, അത് ജില്ലാ കളക്ടറുടെ അടക്കം നമ്മൾ സംസാരിച്ച സമയത്ത് അവർ പറഞ്ഞത് കുറഞ്ഞത് 2 മണിക്കൂറെങ്കിലും തീരത്തേക്ക് എത്തിക്കുന്നതിന് വേണ്ടി വരും എന്നുള്ളതാണ്. പക്ഷേ ബേപ്പൂരിലെ പരിമിതി മുഹമ്മദ് ഷഹീദ് പറഞ്ഞു, ഇങ്ങോട്ടേക്ക് വലിയ ഈ കപ്പലിന് തീരത്തേക്ക് അടുക്കാൻ കഴിയില്ല. അപ്പോൾ ഈ ആഴക്കടലിൽ വെച്ച് തന്നെ ഇവിടെ നിന്ന് ചെറിയ ടഗ് ബോട്ടുകൾ പോയി ഈ ആളുകളെ രക്ഷപ്പെടുത്തി ഇങ്ങോട്ടേക്കാണ് കൊണ്ടുവരുന്നതെങ്കിൽ അവരെ ടഗ് ബോട്ടുകളിലേക്ക് മാറ്റി വേണം ഈ കരയിലേക്ക് കൊണ്ടുവരാനും തുടർന്ന് ഇവിടെ നിന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനാണെങ്കിലും. ഈ ദൂരം വെച്ച് നോക്കുമ്പോൾ ഏറ്റവും അടുത്ത തീരം എന്നത് കണ്ണൂരാണ്. പക്ഷേ അവിടെ ഈ കപ്പലിന് തീരത്തെടുക്കാനുള്ള യാതൊരു സൗകര്യവുമില്ല. പിന്നീട് ദൂരം വെച്ച് നോക്കുമ്പോൾ ഏകദേശം ബേപ്പൂരിലേക്കാണെങ്കിലും മംഗലാപുരത്തേക്കാണെങ്കിലും ഏകദേശം ഒരേ ദൂരം തന്നെയാണെന്നാണ് ഏതായാലും ഇപ്പോൾ കണക്കാക്കുന്നത്. കാരണം 144 കിലോമീറ്ററിലധികം ദൂരമാണ് ബേപ്പൂരിൽ നിന്ന് അപകട സ്ഥലത്തേക്കുള്ളത്. ഏകദേശം ഇത്രയും തന്നെ ദൂരമാണ് മംഗലാപുരത്ത് നിന്നും ഈ അപകടം നടന്ന സ്ഥലത്തേക്കുമുള്ളത്. കപ്പലിന് വളരെ സുഗമമായി പോകാൻ കഴിയുന്ന കപ്പൽ ചാലെന്നത് മംഗലാപുരം പോർട്ടിലേക്ക് തന്നെയാണ്. ഒപ്പം കസ്റ്റംസിൻ്റെയും എമിഗ്രേഷൻ്റെയും ഒക്കെ ഓഫീസുമായി ബന്ധപ്പെട്ട പ്രവർത്തനം മംഗലാപുരം പോർട്ടിലാണ് കൂടുതലായി ഉള്ളത്. അതുകൊണ്ട് തന്നെ എളുപ്പത്തിലെത്തിക്കാൻ കഴിയുക, അതുപോലെ മറ്റു ക്രമീകരണങ്ങളൊക്കെ ഏർപ്പാടാക്കാൻ കഴിയുക എന്നതുകൊണ്ട് മംഗലാപുരത്തേക്ക് കൊണ്ടുപോകുന്നതിനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന് തന്നെയാണ് ഏതായാലും നിലവിൽ വിലയിരുത്തുന്നത്. എങ്കിലും ബേപ്പൂർ ഒരു ഓപ്ഷനായി വെച്ച് ഇവിടെയും സജ്ജീകരണങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. ആംബുലൻസ് അടക്കം 108 ഒരു ആംബുലൻസ് അടക്കം ഇവിടെ എത്തിയിട്ടുണ്ട്. ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ നിന്ന് ആംബുലൻസ് നേരത്തെ വന്ന് തിരികെ പോയതാണ്. എന്തായാലും ഞാനീ പറഞ്ഞതുപോലെ തന്നെ കുറഞ്ഞത് 2 മണിക്കൂറെങ്കിലും ഈ രക്ഷപ്പെടുത്തി തീരത്തടുക്കണമെങ്കിൽ വേണം എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് ഇവിടെ ബേപ്പൂരിൽ ആഴക്കടലിൽ വന്ന് ഈ കപ്പൽ നിർത്തി ടെഗിൻ ബോട്ടുകളിലേക്ക് ആളുകളെ മാറ്റി തീരത്തേക്ക് കൊണ്ടുവരിക എന്നുള്ളത് വളരെ സമയമെടുക്കുന്നൊരു കാര്യമാണ്. ഗുരുതരമായി പൊള്ളലേറ്റ ആളുകളൊക്കെയാണ്, അടിയന്തരമായി ചികിത്സ നൽകേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് മംഗലാപുരം വലിയ സാധ്യതയായി കാണുന്നത്. അതേസമയം ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ ആംബുലൻസുകൾ സജ്ജമാക്കി ഈ പൊള്ളലേറ്റ ആളുകൾക്ക് വേണ്ടുന്ന ചികിത്സ നൽകുന്നതിനുള്ള ക്രമീകരണങ്ങൾ ഏർപ്പാടാക്കാനും ഏത് തരം തൊട്ടാലും ഏറ്റവും അടിയന്തരമായ ചികിത്സ നൽകാനുള്ള സംവിധാനങ്ങൾ തന്നെയാണ് അധികൃതർ പരിശോധിക്കുന്നത്. രാഹുൽ, അതിനൊപ്പം തന്നെ പ്രധാനമാണ് ഈ കപ്പലിൽ നിന്ന് കാണാതായ 4 പേരെ കുറിച്ചുള്ള വിവരങ്ങൾ. അവർ മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ളതാണ് എങ്കിലും രക്ഷാപ്രവർത്തനം ഏറ്റവും അടിയന്തരമായ ആവശ്യമുള്ളതും അവരെ സംബന്ധിച്ചും അവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ സംബന്ധിച്ചുമാണ്. ഈ കപ്പലുകൾ ഇപ്പോൾ 4-5ഓളം കപ്പലുകൾ അവിടേക്ക് നയിക്കപ്പെട്ടിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഡോണിയർ വിമാനങ്ങളടക്കം പുറപ്പെട്ടിട്ടുണ്ട്. ഇവയൊക്കെ തിരച്ചിൽ ആരംഭിച്ചു കഴിഞ്ഞുവോ? തിരച്ചിൽ വളരെ വ്യാപകമായി തന്നെ നടക്കുന്നുണ്ട്. ഈ കപ്പലിൽ ആകെ 22 ജീവനക്കാരാണ് ഉണ്ടായിരുന്നത്. ഇതിൽ 18 പേരെയാണ് രക്ഷപ്പെടുത്തിയത്. ഇവരെല്ലാവരും തന്നെ കടലിലേക്ക് ചാടുകയാണ് ഉണ്ടായിരുന്നത്. തുടർന്നാണ് രക്ഷപ്പെടുത്തിയത്. അവർ സുരക്ഷിതരാണ്. ഇതിൽ 6 പേർക്കാണ് ഈ പരിക്കുള്ളത്. 5 പേർക്കാണ് പരിക്കുള്ളത്. ഇതിൽ ഒരാൾക്കാണ് സാരമായി പൊള്ളലേറ്റിട്ടുള്ളത്. ബാക്കിയുള്ളവർക്ക് വേണ്ടി അവർ ഈ കപ്പലിൻ്റെ ക്യാപ്റ്റനും മറ്റു ജീവനക്കാരും എന്നാണ് മനസ്സിലാക്കുന്നത്. തീ അണയ്ക്കുന്നതിന് വേണ്ടി കപ്പലിൽ തന്നെ തുടർന്നു എന്നുള്ളൊരു വിവരമാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. കൂടുതൽ സ്ഥിരീകരണങ്ങൾ വേണ്ടതായിട്ടുണ്ട്. അവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ നാവികസേനയും കോസ്റ്റ് ഗാർഡും ചേർന്ന് വളരെ വ്യാപകമായി തന്നെ നടത്തുകയാണ്. പക്ഷേ തീ പടർന്നു പിടിക്കുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ഇത്രയും മണിക്കൂറായിട്ടും തീ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ദൃശ്യങ്ങളിലുള്ളത്. ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ നിന്നുകൂടിയുള്ള ഒരു ആംബുലൻസ് വീണ്ടും ഈ പോർട്ടിലേക്ക് തന്നെ വരികയാണ്. കോഴിക്കോടും മംഗലാപുരവും സാധ്യതയായി പറയുന്നു. മംഗലാപുരത്തിന് സാധ്യത കൂടുതലെന്ന് ഉദ്യോഗസ്ഥർ തന്നെ ഇവിടെ പറയുന്നുണ്ട്. ഒപ്പം തന്നെ എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കുന്നതിൻ്റെ ഭാഗമായി മറ്റൊരു ആംബുലൻസ് കൂടി ഇപ്പോൾ പോർട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. അതായത് എല്ലാ തരത്തിലും അടിയന്തരമായിട്ട് സേവനം ഉറപ്പാക്കാനായി ഇവരെ ഒരു വൈകൽ പോലും ഉണ്ടാകാതെ, ഒരു നിമിഷത്തിന്റെ പോലും വൈകൽ ഉണ്ടാകാതെ ആശുപത്രിയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളാണ് ഇപ്പോൾ ജില്ലാ കളക്ടർമാരുടെ നേതൃത്വത്തിൽ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. ഗുരുതരമായി പരിക്കേറ്റ ആളുകളാണ്. 2 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്, പൊള്ളലേറ്റിട്ടുണ്ട് എന്നുള്ളതാണ് വിവരം. ഏറ്റവും അടിയന്തരമായി, നേരത്തെ പറഞ്ഞതുപോലെ ഏത് തീരം തൊട്ടിട്ടുണ്ടെങ്കിലും ഏറ്റവും അടിയന്തരമായി ഏറ്റവും നല്ല ചികിത്സ കിട്ടുന്ന അടുത്തേക്ക് കൊണ്ടുപോകാനുള്ള തയ്യാറെടുപ്പുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന് ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് കപ്പലിനകത്തുള്ള കണ്ടെയ്നറുകളിലുള്ള വസ്തുക്കളെ സംബന്ധിച്ചിടത്തോളം അതാണ് ഇപ്പോഴും തീ അണയ്ക്കുന്നതിലും, അല്ലെങ്കിൽ ഇവ വെള്ളത്തിലായിരിക്കുമ്പോൾ ഈ രാസവസ്തുക്കൾ വെള്ളവുമായി ചേർന്നൊരു പ്രതിപ്രവർത്തനം ഉണ്ടായി അതിൽ നിന്നുണ്ടാകുന്ന റിസൾട്ട് ഉൾപ്പെടെ, അല്ലെങ്കിൽ അതിൽ നിന്നുണ്ടാകുന്ന ആഘാതം ഉൾപ്പെടെയാണ് വലിയ ചോദ്യചിഹ്നമായി അല്ലെങ്കിൽ വെല്ലുവിളിയായി നിലനിൽക്കുന്നത്.